അപ്പുറത്തെ വീട്ടിൽ ആ വായി നോക്കി നിന്നിട്ടുണ്ട് ഭോപ്പാലിന്ന്. ആരെ? ബാലുവോ? ബാലുവോ കോലുവോ ആർക്കറിയും എന്റെ പേരൊക്കെ. എന്ത് കുന്തമായാലും ശരി, അറിഞ്ഞതായിട്ടോ കണ്ടതായിട്ടോ കേട്ടതായിട്ടോ ഭാവിക്കരുത്. അല്ല സുഭദ്രേ, അവനെ നമ്മളല്ലേ വിളിച്ചു വരുത്തിയത്? സദ്യക്ക് വിളിച്ച് പന്തൽ കൊണ്ടിരുത്തി ഊണില്ലാന്ന് പറയുന്ന എങ്ങനെ? ഊണില്ലെങ്കിലേ അവൻ വല്ല ഹോട്ടലിലും പോയി കഴിച്ചോളൂ. നിങ്ങൾ അതിന് വിഷമിക്കണ്ട. അല്ല, കാരണക്കാരൻ നമ്മളാവുമ്പോ. വേണ്ട വേണ്ട, ആ ദരിദ്രവാസികളായിട്ട് ഒരു ബന്ധവും നമുക്ക് വേണ്ട. അടുത്തടുത്തോളം നമുക്ക് മതിയായി. ഓ, ഇനി ബന്ധം ഉണ്ടാക്കി വേണം എനിക്ക് കിടുകണമെന്ന് പറഞ്ഞ പറയാ പോവാ. നീ കൂടുതൽ സംസാരിക്കണ്ട ശീലാവതി. എന്താ എന്താ എനിക്കെന്താ ഒരു കുഴപ്പം? കുഴപ്പം നിന്റെ അമ്മൂമ്മയുടെ. എന്തിനാണ് ഈ സ്വന്തം പലയുടെ കുത്തി മണപ്പിക്കുന്നത്? ആ, ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കേട്ടതേ, അപ്പോ ഈ കല്യാണക്കാരി എങ്ങനെയാ? പറ്റിയൊരു പെണ്ണിനെ കാണുക, വീട്ടുകാരുമായിട്ട് ആലോചിക്കുക, ഉറപ്പിക്കുക, പിന്നെ താലി കെട്ടുക. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടില്. ഭോപ്പാലിൽ എങ്ങനെയാ? അവിടെ അങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ ഇതിലിപ്പോ എത്ര ചോദിക്കാൻ എന്താ? അല്ല, ഈ വർമ്മ സാറിന്റെ വീട് ഏതാണെന്ന് അറിഞ്ഞാൽ. ഇതൊന്നും എനിക്കറിയില്ല, ഒക്കെ അവിടെ ചോദിച്ചോളൂ. ചേട്ടാ, ഈ വർമ്മ സാറിന്റെ വീട് ഏതാ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. വീട് ഏതാണ്? വീടോ? ഇത് വീടാണ്. അപ്പുറത്ത് വീടുണ്ട്, മുൻവശത്തുണ്ട്, അവിടെ ഉണ്ട്, ചുറ്റുപാടും വീടുകളുണ്ട്. വർമ്മ സാറിന്റെ വീട് ഏതാണ്? ഈ ഭോപ്പാൽ ദുരന്തത്തിൽ എത്ര പേർ മരിച്ചു കാണും? ഒരുപാട് പേര് മരിച്ചു. എന്നാലും ഉദ്ദേശം ഒക്കെ പത്രത്തിലുണ്ടായിരുന്നല്ലോ. വർമ്മ സാറിന്റെ വീട് ഏതാണ്? പത്രത്തിലുണ്ടായിരുന്നത് വായിച്ചു. എന്നാലും ശരിക്ക് എത്ര പേര് മരിച്ചു കാണും? ശരിക്കും വരണമെങ്കിലേ പോയി എണ്ണി നോക്കണം. ഓഹോ. വർമ്മ സാറിന്റെ വീട് ഏതാണ്? വർമ്മയും കീർമ്മയും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് ഇവിടെ ഞാൻ ഇറങ്ങി നോക്കിയിരുന്നോണം. എനിക്ക് ചിത്തപ്പെട്ടാക്കാതെ. എന്താടി മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്നതുപോലെ നിൽക്കുന്നത്? എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ എടുത്ത് കഴിക്കുക. അവിടെ ഇരിക്കുക. വന്നു തോന്നണേ. വന്നു തോന്നണേ. ഇവിടേക്ക് വരുമായിരിക്കും. ആരെ? അവര്. എവര്? ബാലേട്ടൻ. ഓ, അവളൊരു ബാലേട്ടൻ. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ എങ്ങാനും ഇരുന്നോണം, അല്ലെങ്കിൽ ഇങ്ങനെ മുട്ടല്ലോടിക്കും പറഞ്ഞേക്കാം. അവളൊരു ബാലേട്ടൻ. ഗോമതി, എന്താ? ബാലേട്ടൻ വന്നു. വരട്ടെ. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ എങ്ങനെ അറിയും? ഞാൻ എന്താ ചെയ്യണ്ടേ? പോയി തലകുത്തുമറി. എന്നോടാണോ ഇതൊക്കെ ചോദിക്കുന്നത്? എന്താ ഇവിടെ അകത്തെങ്ങനെ അടഞ്ഞു നീങ്ങിരുന്നൂടെ? എന്ത് മാമാങ്കം കാണാടാ പുറത്ത്? നല്ല കാറ്റ് കിട്ടും ഇവിടെ നിന്നാൽ. കാറ്റിനകത്ത് ഫാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചേട്ടൻ എന്തിനാ ചൂടാകുന്നത്? ആ വീട്ടിൽ ആരാ താമസം ചേട്ടാ? അത് മനസ്സിലായില്ലേ? അത് വീടല്ല, കാഴ്ച ബംഗ്ലാവ്. പിന്നെ പതിവിന് വിപരീതമായി ചില നാട്ടുമൃഗങ്ങളെയും അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. പോത്ത്, എരുമ. വന്നിരിക്കുന്ന ചിരിക്കാൻ കേറിപ്പോ.
ഹലോ, മിസ്റ്റർ ആദിത്യവർമ്മയുടെ വീട് ഇതാണോ? ഇത് തന്നെ. അയാളെ ഒന്ന് വിളിക്കൂ. എന്താ കാര്യം? കാര്യം ഞാൻ അയാളോട് പറഞ്ഞോളാം. പിന്നെ ചെടി നനയ്ക്കുന്നവൻ ചെടി നനച്ചാൽ മതി. നിങ്ങൾ താനാരകളാ ഇതൊക്കെ ചോദിക്കാൻ? ഞാനാണ് ആദിത്യവർമ്മ. ആദിത്യവർമ്മയോ? ആദിത്യം പോയിട്ട് ഒരു ചന്ദ്രവളയത്തിന്റെ പ്രഭാവം പോലും ഈ തിരുമോന്തയിലില്ലല്ലോ. ആദിത്യവർമ്മ ആശ കൊള്ളാമല്ലോ മൂപ്പിലെ. ദേ എന്നോട് പറഞ്ഞിരിക്കും, പുറത്തെങ്ങാനും പോയി പറഞ്ഞാണ്ടല്ലോ മോന്തര ഷേപ്പ് മാറി. ആദിത്യവർമ്മ അവിടത്തേക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇളിച്ചോണ്ട് നിൽക്കാൻ പോയി അങ്ങനെ പറഞ്ഞോളാം. ശരി, എന്നാ അകത്തേക്ക് വരണം. ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. ഓക്കെ. ഇവിടെ ഇരുന്നട്ടെ. അങ്ങനെ എളുപ്പം വിളിക്കൂ. ഇപ്പൊ വിളിക്കാം. വിളിച്ചില്ലേ സാർ? ഞാനാണ് ആദിത്യവർമ്മ. ഇപ്പൊ തനിക്ക് മനസ്സിലായോ? എന്റെ കണ്ണുകൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. താൻ ജയന്റെ അനിയനല്ലേ? അതെ. കണ്ടാൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരാൾക്ക് മീശയുണ്ട്, ഒരാൾക്കില്ല. ഒരാൾക്കല്പം മര്യാദയുണ്ട്, ഒരാൾക്കില്ല. ഞാനൊരൽപ്പം പിഴയാണെന്നാ എല്ലാവരും പറയുന്നത്. സാറിനും മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകാൻ വഴിയില്ല. താൻ വലിയ ഡാൻസുകാരനല്ലേ? അത്യാവശ്യം ചില തുള്ളിക്കളികളൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സാർ ജീവിക്കുക? തനിക്ക് എന്തൊക്കെ ഡാൻസ് അറിയാം? അത് കളിക്കുന്ന ചുറ്റുപാടനുസരിച്ചിരിക്കും. ഒരല്പം മനക്കെട്ടി, സ്വല്പം തൊലിക്കട്ടി, ചങ്കൂറ്റം, ഇത് തന്നെ ഡാൻസ്. ഇതുകൊണ്ടുള്ള നേട്ടം? മെയ്വഴക്കം. ഉദാഹരണത്തിന് ഡാൻസ് അറിയാൻ വയ്യാത്ത ഒരാൾ ഇത് ഇങ്ങനെ എടുക്കും. എന്നാൽ ഡാൻസ് അറിയാവുന്ന ഒരാൾ ഇങ്ങനെ എടുക്കും. ഇത് തന്നെ ഇതിന്റെ ഗുണം. നിനക്ക് എന്റെ മോളെ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റുമോ? അത് വേണോ? വേണം. വേറെ വല്ലവരും ഇതിനു മുമ്പ് മോളെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം. ഞാൻ നിന്റെ ചേട്ടന് വാക്ക് കൊടുത്തതാണ്. രാജരാജവർമ്മയെപ്പോലുള്ള ഒരു മഹാന്റെ മകൻ, ജയനെപ്പോലുള്ള ഒരു ആദർശധീരന്റെ അനിയൻ പിഴച്ചു പോകാൻ പാടില്ല. ഇന്നു മുതൽ നിന്റെ മേൽ എന്നും എന്റെ കണ്ണുണ്ടായിരിക്കും. തന്നെ നന്നാക്കാമോ ഞാൻ നോക്കട്ടെ. കാവേരി, കാവേരി. എന്താണ് അച്ഛാ? ഇതാണ് എന്റെ മകൾ കാവേരി. ഏതായാലും ഭാരതപ്പുഴ എന്ന് പേരിടാൻ ഞാൻ നന്നായി. അമിതമായി ചിലയ്ക്കുന്ന എനിക്കിഷ്ടമല്ല. ഇതാണ് ഞാൻ പറഞ്ഞ നിന്റെ ഡാൻസ് മാസ്റ്റർ. നമസ്കാരം. നമസ്കാരം. എന്നാൽ ഇന്ന് തന്നെ ആരംഭിച്ചോളൂ. വരൂ, മുകളിലേക്ക് പോവാം. നമുക്ക് തുടങ്ങാം. വിദ്യാധരൻ പേരൊക്കെ കൊള്ളാം. പക്ഷേ തന്റെ വിദ്യ എങ്ങാനും ഇവിടെ കാണിച്ചാൽ അന്ന് ഞാൻ പിടിച്ചു പുറത്താക്കും. താഴെറോ. സാറെന്താ അങ്ങനെ പറഞ്ഞത്? എന്നെ കണ്ട ഒരു കള്ളലക്ഷണം ഉണ്ടോ? നീ കുട്ടമ്പിള്ളയുടെ മോനല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ അച്ഛൻ വലിയ കള്ളനാണോ? മോളിലെന്താ ഒരു ഒച്ചയും നിലവിളിയും? ഇവിടെ ആരെങ്കിലും ചത്തോ? അത് ഒച്ചയും നിലവിളിയൊന്നും അല്ല. എന്റെ മോള് ഇംഗ്ലീഷ് ഡാൻസ് പഠിക്കുക. അയ്യോ, ഒന്ന് കാണാൻ പറ്റുമോ? ദേ, നീ ഇവിടെ ജോലിക്ക് വന്നോ അതാ ഡാൻസ് കാണാൻ വന്നോ? നോക്ക്, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ എങ്ങനെ ഇരുന്ന് ജോലി ചെയ്തോണം കേട്ടാ. ചെല്ല, ഒരു ഡാൻസ് കാണാൻ വന്നിരിക്കുന്നു. ഇത് മതി, ബാക്കി നാളെ. ചെല്ലു, പൊയ്ക്കോ പൊയ്ക്കോ. ഒരു 50 രൂപ ആണല്ലോ. 50 രൂപയോ? 50 പൈസ എടുക്കാനില്ല ആശാനെ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു 50 റുപ്പീസ് റൈസ് ചെയ്യണം. തന്നോട് പച്ച മലയാളത്തിലല്ലേ പറഞ്ഞത്? ഇല്ല ആശാനെ. ഇല്ലെങ്കിൽ വേണ്ട, ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ പോണം. നിന്നേ. നാളെ ഇങ്ങോട്ട് വരുന്നില്ലേ? പിന്നെ അല്ല, നാളെ ജോലി ഉണ്ടാവില്ല. അതെന്താ?
നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ അപ്പ ഞാൻ പറയത്തില്ലേ മീശ ഒട്ടിച്ചു മീശ ഇളക്കി മീശ ഒട്ടിച്ചു മീശ ഇളക്കി മീശ ഒട്ടിച്ചു മീശ ഇളക്കി മീശ ഒട്ടിച്ചു മീശ ഇളക്കി ഇത് എത്രയുണ്ട്? എണ്ണി നോക്കിയില്ല, 25 കാണും. ആ അപ്പൊ മീശ ഒട്ടിച്ചത് പറയത്തില്ല, ഇളക്കിയത് പറയും. നാളെ രാവിലെ ഞാൻ ബാക്കി കൊണ്ടുതരാം. ശരി, ബാക്കി രൂപ നാളെ രാവിലെ കൊണ്ടുവന്ന് ഒരു റെസീപ്റ്റ് വാങ്ങിച്ചോളൂ. അപ്പൊ എന്നെ കൊണ്ടേ പോവല്ലേ? നമ്മളും ബിരിയാണി തിന്നട്ടെ സാറേ. ആ ഇന്നത്തേക്ക് സുഖമായി. വിദ്യാധര നീ എങ്ങോട്ടാണ് നോക്കുന്നത്? ജ്യൂസ് നീ വരന്റെ പാർട്ടിക്കാർ ചോദിക്കുകയാണെങ്കിൽ വധുവിന്റെ ആളാന്ന് പറയണം, വധുവിന്റെ പാർട്ടിക്കാർ ചോദിക്കുകയാണെങ്കിൽ വരന്റെ ആളാണെന്ന് പറയണം. അപ്പൊ രണ്ടുപേരും ഒന്ന് ചോദിച്ചാലോ? രണ്ടുപേരും ഒന്നിച്ച് ചോദിക്കില്ലടേ. എടാ അവരെ ചുറ്റിച്ചാലേ നമ്മൾ വയറ് അറിയുള്ളൂ. തമാശ പൊള്ളില്ലല്ലേ? പൊള്ളില്ല. അവിടെ കൈകൊണ്ടെടുക്കുന്നത്. ഹലോ ഹലോ സർ. സുഖം തന്നെയല്ലേ? അതെ അതെ. മാറണി. അയ്യോ ഹലോ, രാജരാജവർമ്മയല്ലേ? അതെ. നിങ്ങളെന്താ ഇവിടെ? താങ്കളെന്താ ഇവിടെ? വരൻ എന്റെ ഒരു കസിനാ. അതെയോ? വധു എന്റെ ഒരു കസിനാണ്. മീശ എവിടെ? മീശയോ? ആരുടെ മീശ? എന്റെ മീശ? എനിക്ക് മീശയില്ലായിരുന്നല്ലോ. അന്ന് വീട്ടിൽ വന്നപ്പോ മീശ ഉണ്ടായിരുന്നു, കഥന്റെ ജിബ്ബ ഉണ്ടായിരുന്നു. രാജരാജവർമ്മയ്ക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. ഓ ഐ സി, നിങ്ങൾ കണ്ട എന്റെ ചേട്ടനായിരിക്കും. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് മീശയുണ്ട്, എനിക്ക് മീശയില്ല. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായി? എനിക്ക് കുറച്ച് അർജന്റ് ഉണ്ട്, എനിക്കൊന്ന് വേഗം വേണം. ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വെയിറ്റ് ചെയ്യൂ, അല്ല വെയിറ്റ് ചെയ്യണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, കാണാം. ആരാ അത്? നമസ്കാരം സാർ. അച്ഛൻ എവിടെ? അച്ഛൻ 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 അമ്പലത്തിൽ പോയിരിക്കുക. അതെ 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 അതെ. അച്ഛനെ ഒന്ന് അത്യാവശ്യമായി കാണണമായിരുന്നു. അച്ഛൻ ഇനി ഇന്ന് വരുവോ? വരൂ. എന്താ, അമ്പലം വിലക്കെടുക്കാൻ പോയിരിക്കുകയാണോ? അല്ല, ഈ ഭജനയ്ക്ക് ഇരിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതെ അതെ ഒരുപാട് താമസിക്കല്ലേ? അതെ അതെ. ഏതമ്പലത്തിൽ പോയിരിക്കുക? കൃഷ്ണന്റെ അമ്പലം. അതന്നെ, കൃഷ്ണനും ശിവനും അടുത്തടുത്തിരിക്കുന്ന അമ്പലം. സാറിപ്പോ അങ്ങോട്ട് പോയിട്ടും വലിയ കാര്യമില്ല. ഈ ഭജന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആരോട് സംസാരിക്കില്ല. അങ്ങനെ. എന്നാൽ ഇവിടെ വന്നിട്ട് കാണാം. എത്ര താമസിച്ചാലും കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇത് തന്നെ. നാളെ പുലരു മുമ്പ് വരുമല്ലേ? പിന്നെ അതിനൊന്നും എന്തായാലും വരും. ഏതായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്റെ അച്ഛോ. ഇതാര്? അല്ല, വർമ്മ സാറോ? അച്ഛനെ കണ്ടിട്ടേ പോകത്തുള്ള ഒരേ നിർബന്ധം പിടിച്ചിരിക്കുക. ഈ ഐശ്വര്യമുള്ള മുഖം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുക എന്നുള്ളത് അതൊരു മാനസികമായ സുഖമാണ്. താങ്കൾക്ക് ഒരു സഹോദരനുണ്ടല്ലേ? ഊവല്ലോ, ഉണ്ട്. രാജേന്ദ്ര വർമ്മ. കണ്ടാൽ എന്നെ പോലെ തന്നെ ഇരിക്കും. എന്താ, തമിഴ് പരിചയമുണ്ട്? ഞാൻ അല്പം മുമ്പ് പരിചയപ്പെട്ടു. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അടുത്ത ആഴ്ച എന്റെ വീട്ടിലൊരു ഡിന്നർ ഉണ്ട്. തീർച്ചയായും വരണം. അത് ക്ഷണിക്കാൻ ഞാൻ വന്നതാ. വരട്ടെ.
അല്ല വേലോട്ടാ 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 എന്ത് പറ്റി വേലോട്ടാ കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ വേലോട്ടാ ബ്രഷ് ബ്രഷോ കത്തി എടുക്കല്ല, വെള്ളം എടുക്ക്. കത്തിയാ അയ്യോ. വേലോട്ടാ തടി വെക്ക്. വേലോട്ടാ വെള്ളം ഇവിടെ. വേലോട്ടാ